ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം 3 സവാള, 3 ടൊമാറ്റോ, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 3 പീസ് ഇഞ്ചി, 20 അല്ലി വെളുത്തുള്ളി, 6 പച്ചമുളക്. വേണ്ട മസാലകൾ: 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പട്ടയില, 5 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം പട്ട, 10-15 കുരുമുളക്, 1 കഷ്ണം ഏലക്ക. കറുത്ത വലിയ ഏലക്കയാണ് കേട്ടോ. 50 ഗ്രാം കാഷ്നട്ട് കുതിർത്ത് വയ്ക്കണം. 1/2 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില. ഞാനിവിടെ 3 ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ബാസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 1/2 കിലോ അരി വരും. ആ എടുത്ത മസാലകളിൽ ഏലക്കയും കുരുമുളകും കൂടി ചെറുതായിട്ട് പൊടിച്ച് എടുക്കണം. എന്നിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ചെറിയ മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ടൊമാറ്റോ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെക്കണം. ഇത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അത്. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിൽ സൺഡ്രോപ്പിൻ്റെ എണ്ണ ഒഴിച്ച് കുറച്ച്, പിന്നെ 2 സ്പൂൺ നെയ്യ് ഇട്ട് അത് ചൂടാകുമ്പോൾ അതിനകത്ത് മസാലകൾ ഇടണം. 2-3 പീസ് പട്ട, ഗ്രാമ്പൂ 5 എടുത്ത് വെച്ചിരിക്കുന്നത് അത്, പിന്നെ 2 ഇല എല്ലാം ഇട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ലാസ്റ്റിൽ കുരുമുളകും ഏലക്കയുടെയും പൊടിയിട്ട് ഇളക്കിയിട്ട് അത് അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് ഇളക്കണം. ഞാൻ നല്ലപോലെ അരച്ചിട്ടില്ല, ചെറുതായിട്ടൊരു തരി പോലെ ആണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇതിനെ തുടരെ ഇളക്കി മിക്സ് ചെയ്ത് മൂപ്പിക്കണം. അത് ചെറിയൊരു ബ്രൗൺ നിറമാവണ വരെ അത് മൂപ്പിക്കണം. അതിലോട്ട് നമുക്ക് കറിവേപ്പില മിക്സ് ചെയ്യണം. കറിവേപ്പില ഇട്ടിട്ട് അതിനെ ഇളക്കി മിക്സ് ചെയ്ത് അതൊന്ന് മൂത്തിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ നിറമായി കളർ മാറി വരും. ഒത്തിരി മൂക്കാൻ പാടില്ല, ചെറുതായിട്ട് കളർ മാറിയാവാവും. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിന് ഒരു 5-6 മിനിറ്റ് അത് വഴറ്റണം. ഉള്ളിയുടെ കളറെല്ലാം മാറി ബ്രൗൺ ആയപ്പോൾ അതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യണം. ആ മസാലകളൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്ക് അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം ഇളക്കണം, ഒരു 5 മിനിറ്റ്. അത് ആ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് വഴണ്ട് അതൊന്ന് മിക്സായി വെന്ത് ഉടയുമ്പോഴത്തേക്ക് വേണം നമ്മൾ ചിക്കൻ ഇടാൻ. കണ്ടോ, നല്ലപോലെ ടൊമാറ്റോ വഴണ്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടണം. 1.5 സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അത് ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് തട്ടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഒരു 3/4 കിലോ ചിക്കൻ വരും ഇത്. ചിക്കൻ ഇട്ട് മസാലയെല്ലാം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ചിക്കനിലെല്ലാം നല്ലപോലെ മിക്സായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇനി നാരങ്ങയുടെ നീര് ചേർക്കണം. അതിനായിട്ട് ഞാൻ ഒരു നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അത് ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം അത് അടപ്പ് കൊണ്ട് അടച്ച് വേവിക്കണം. നാരങ്ങ നീരിന് പകരം തൈര് ഉപയോഗിക്കാം. ആ അടപ്പിൽ ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് അടച്ച് വയ്ക്കുന്നുണ്ട് ആ ഹോളിൽ. അത് ചിക്കൻ എളുപ്പം വേവാൻ വേണ്ടിയാണ് അങ്ങനെ അടച്ച് വെച്ചത്. 10 മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം അത് തുറന്നിട്ട് അതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിന മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് അത് പിന്നെയും അടച്ച് വെക്കണം. 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അത് നേരത്തെ ഒരു 1.5 സ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നു. ഇപ്പോൾ ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അത് മൊത്തം ബിരിയാണിക്ക് വേണ്ട ഉപ്പാണ്. 2 മിനിറ്റ് കൂടി അത് അടച്ച് വെച്ച് വേവിക്കണം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാഷ്നട്ട് മിക്സിയിൽ അരച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്യണം. നല്ലപോലെ അതിനകത്ത് ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ അത് ഈ ഒരു പരുവത്തിലാവും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി വെള്ളം വാർത്തത് ഇട്ട് നല്ലപോലെ അതിലോട്ട് യോജിപ്പിക്കണം. നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ അതിനെ ഒരു 2 മിനിറ്റത്തേക്ക് അടച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അതിലേക്ക് വെള്ളം തിളപ്പിച്ചത് ഒഴിക്കണം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അത് കാരണം അതിൽ 5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചൊഴിക്കണം. ആ അരി എടുത്ത ഗ്ലാസിൻ്റെ അളവിൽ തന്നെ വെള്ളം എടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി അത് നല്ല മിക്സാക്കിയിട്ട് പിന്നെ അടച്ച് വെച്ച് അത് വേവിക്കണം. ഒരു 20-25 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബിരിയാണി തയ്യാറായി കിട്ടും. ഒരു അരമണിക്കൂർ കൂടി അടച്ച് വെച്ചതിന് ശേഷമേ അത് സെർവ് ചെയ്യാവൂ. പിന്നെ അതിൻ്റെ ജലാംശമെല്ലാം മാറി അത് ഡ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഒക്കെ വറുത്ത് ഇടാം. വളരെ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.